യുവരാജ് ഗോകുൽ, ഇത് UDF മാത്രമല്ലോ, BJPയും ഈ പാട്ട് ഉപയോഗിച്ചിട്ടില്ലേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ? അത് ഇപ്പോൾ പറയുന്നത് ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്, അതുപോലെ തന്നെ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലുള്ളതാണ് ഈ പാട്ടിൻ്റെ വരികൾ എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അത് CPM ഏറ്റെടുക്കുകയാണ്. മഞ്ജുഷേ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. പക്ഷേ നമ്മുടെ ചില ട്രോൾ ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ, പർട്ടിക്കുലർലി ഇടത് ചായ്വുള്ള ഗ്രൂപ്പുകൾ അതിനെ ഒരു വലിയ പരിഹാസ്യമാക്കി മാറ്റിയായിരുന്നു. മതവികാരം വ്രണപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അയ്യോ കുരു പൊട്ടുന്നോ എന്നാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഓർമ്മയിലുണ്ട്, ICU എന്ന് പറഞ്ഞിട്ടൊരു ട്രോൾ ഗ്രൂപ്പുണ്ട്. ഇപ്പം ഏതാണ്ട് മരിച്ചുപോയി ആ ഗ്രൂപ്പ്. അപ്പോൾ ആ ട്രോൾ ഗ്രൂപ്പ് വളരെ പെട്ടെന്നൊരു ശ്രദ്ധയിലേക്ക് വരുന്നു. അയ്യപ്പൻ്റെ പേരിൽ ഒരു 4 വരി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അയ്യപ്പസ്വാമിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു 4 വരി എഴുതിയിടുന്ന അടുത്ത് നിന്നാണ് അത് തുടങ്ങുന്നത്. അതിൻ്റെ പേരിലാണ് ഒരു പരിധിവരെ വലിയ വഴക്കുണ്ടാകുന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഔട്ട് സ്പോക്കൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ട്രോൾ ഗ്രൂപ്പുണ്ട്. ഈ ട്രോൾ ഗ്രൂപ്പ് തുടങ്ങുന്നത് പോലും അയ്യപ്പനെ അപമാനിച്ചുകൊണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇടതുപക്ഷക്കാരുടെ അന്നത്തെ വലിയ വിപ്ലവങ്ങളും വിപ്ലവ ചിന്തകളും പുരോഗമന ചിന്തകളും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇന്നൊരു 10 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് സഖാക്കൾ എല്ലാവരും കൂടി മുമ്പിൽ ഇറങ്ങി വന്ന് നിന്നിട്ട് ഞങ്ങളുടെ അയ്യപ്പനെ അപമാനിക്കുന്നോ, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നോ എന്നൊക്കെ ചോദിച്ച് വരുന്നത് കാണുമ്പോൾ കാലം എന്നൊന്നുണ്ടെന്നും അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണെന്നും പറഞ്ഞ് ഒന്നും കൂടി ഒന്ന് ശരണം വിളിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. സഖാക്കളെ, നിങ്ങളെ കൊണ്ട് ഇനിയും 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 അയ്യപ്പൻ മുട്ടിലഴയിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. അല്ലല്ല, ഞാൻ വീണ്ടും പറയട്ടെ മഞ്ജുഷ, അയ്യപ്പൻ്റെ പേരിൽ വോട്ട്, ശരി, അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അവർ പറഞ്ഞോട്ടെ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അയ്യപ്പൻ്റെ പേരിൽ ഇവരെന്തൊക്കെയായി നാട്ടിൽ കാണിച്ചു കൂട്ടിയേ? കേരളവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. ആ കോളേജിനകത്ത് ഒരു സ്ത്രീയുടെ ചോര ഒലിച്ചിറങ്ങുന്ന കാലിൻ്റെ ഇടയെന്ന് അയ്യപ്പൻ്റെ, നമ്മുടെ ശബരിമലയിൽ കാണുന്ന അയ്യപ്പസ്വാമിയെ തല തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിറങ്ങി വന്നിട്ട് അവിടെ SFI എന്നും പറഞ്ഞ ബോർഡ് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിത്രമാണത്. അതിൻ്റെ ഫോട്ടോസ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ. അപ്പോഴൊന്നും ഇവർക്ക് മതവികാരം വ്രണപ്പെട്ടില്ലേ? ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് കുരുപൊട്ടിയെങ്കിൽ നിങ്ങൾ പോയി ഓയിൻമെൻറ്റ് വരട്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ, അയ്യപ്പൻ്റെ പേരിൽ തന്നെ തോറ്റു കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്ന സമയത്ത് സഖാക്കൾ ഇമ്മാതിരി ഉടായ്പകളും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നേ. അത് സ്വാഭാവികമാണ്. കാരണം ആ പാട്ടിനെ അത്രയും ജനകീയമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ചുമ്മാ വെറുതെ നടക്കുന്നവർ വരെ പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും റെജി ലൂക്കോസ്, ഇത് സഖാക്കൾക്ക് മാത്രമാണ് ഇവിടെ അവരുടെ വികാരം പ്രകടപ്പെട്ടിട്ടുള്ളത്, വേറെ ആർക്കും അതിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കേരളം നെഞ്ചേറ്റി എന്നുള്ളത് ആവർത്തിച്ച് പറയാം. ഏത് കൊച്ചുകുട്ടിയുടെ നാവിൽ പോലും ഇത് പോറ്റിയെ കേറ്റിയെ എന്ന് കേട്ടാൽ തന്നെ ബാക്കി വരികൾ അവർ പാടിത്തരും. പക്ഷെ സഖാക്കൾക്ക് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ സഹിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ സഹിച്ചിട്ട് കാര്യങ്ങളോട് വിചാരിക്കണ്ട. കാരണം അതിനകത്ത് ഈ പരാതി കൊടുത്ത് ഞങ്ങളല്ല, അവിടെ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടന ഒരു പരാതി കൊടുത്തു. ഇവിടെ ഒരു പരാതി DGPക്ക് കൊടുക്കും, അത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ നിയമസംഹിതയുടെ ബാലപാഠമാണ്. ആ അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. അന്വേഷിക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ മതവികാരം വ്രണപ്പെടുത്തി കേരളത്തിൽ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, അത് കണ്ടുപിടിക്കട്ടെ എന്ന് സംഘടനയെക്കുറിച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കണമായിരുന്നു. ഈ സംഘടനയുടെ ലേബലിൽ പരാതി കൊടുത്ത ആളെ കുറിച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കണമായിരുന്നു കേസെടുക്കുന്നതിന് മുൻപ്. ഈ പറയുന്ന കേരളം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കേസെടുക്കുന്നതിന് മുൻപ് അതെങ്കിലും ഒന്ന് നോക്കണമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, പരാതി കൊടുത്തത് ആരോന്നുള്ളതല്ല, പരാതി കിട്ടിയോന്നുള്ളത് നോക്കണ്ടേ. ഊമക്കത്തല്ലോ കൊടുത്തിരിക്കുന്നത്, ഇത് അല്ലല്ല അന്വേഷണം നടക്കുന്നുള്ളൂ എന്ന് ഇപ്പോൾ തന്നെ നടപടി തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിക്കുകയും ചെയ്തു, അത് താങ്കൾ സമ്മതിക്കുകയും ചെയ്തതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാന് വളരെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പാട്ടിനെതിരെ ഒരു കേസെടുക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. പാരടി ഗാനങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. പ്രിയപ്പെട്ട ശിവരാജ് ഗോകുലൂടെ പറഞ്ഞ ICU എന്ന് പറയുന്ന എന്താ പറയാ, അത് വളരെ സർക്കാസ്റ്റിക് ആയിരുന്നു. അത് ഞാനത് ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ഏതാണ്ട് ഇല്ലാതായിരിക്കും. അതിനകത്തൊക്കെ വന്നിരിക്കുന്ന ട്രോളുകൾ കണ്ടു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇവിടുത്തെ അതിന്റെ പ്രവർത്തകർ, അത് കണ്ടവരെല്ലാം ജയിലിലിടുന്നതാണ്. ഇത് നിരുപദ്രവപരമായിട്ടുള്ള ഒരു ട്രോള് ഞാൻ ഷെയർ ചെയ്തതിന്റെ പേരിൽ ഞാൻ പോലും പഴി കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് അന്തപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സഖാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധലക്ഷണവും ഇല്ല.
പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു മോഡറേഷൻ ഇല്ല. പക്ഷെ ഒരു പരാതി കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ നിയമസംഹിതയുടെ ബേസ് അല്ലേ? അതൊരു ഈ രാജ്യത്തിന്റെ അനിവാര്യമായ ആവശ്യമല്ലേ? ശരി, ഇവരെ